ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ വളരെ അഭിമാനമുണ്ട്. ഒരുപാട് സന്തോഷം. ESSനെ കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ മുൻ ഡെപ്യൂട്ടി മേയറും ഇപ്പോൾ കിൻഫ്ര ചെയർമാനുമായ ശ്രീ സാബു ജോർജ് പറഞ്ഞിട്ടാണ് ഞാൻ ESSനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞത്. ഞങ്ങൾ ഒന്നിച്ച് അവിടെ പോവുകയും ESSൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നേരിട്ട് കാണുകയും അതിൻ്റെ ഭാഗമാകുന്ന അന്ന് അച്ഛന്മാരുമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ സമൂഹത്തിൽ പ്രത്യേകിച്ച് വരാപ്പുഴ അതിരൂപതയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഇന്നേ ദിവസം വരെ അധ്വാനിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും നേതാക്കന്മാരെയും എല്ലാം ഏറെ സ്നേഹത്തോടെ ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ മതഭേദമന്യേ സമൂഹഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയെന്ന് ഇൻ്റർനാഷണൽ മെൻസ് ഡേ. സത്യത്തിൽ ഇൻ്റർനാഷണൽ മെൻസ് ഡേ നമുക്ക് ഇന്ന് പുരുഷന്മാരുടെ മഹത്വം എല്ലാം വിളമ്പി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുവാനും പുരുഷന്മാരെ മഹത്വവൽക്കരിക്കുവാനുമുള്ള ദിവസമല്ല. ഇന്ന് സമൂഹം നോക്കിയാൽ ഇന്ന് ആഘോഷിക്കപ്പെടേണ്ടത് എന്താണ്? സമൂഹത്തിൽ എപ്പോഴും ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ ഏറ്റവും നല്ല അവസ്ഥയിൽ അവരെ അമിതമായി പ്രശംസിക്കുകയും ആ വ്യക്തിക്ക് സംഭവിക്കുന്ന വീഴ്ചയിൽ അവരെ അമിതമായി നശിപ്പിക്കുകയും അല്ലെങ്കിൽ അമിതമായി വിമർശനത്തിന് വിധേയരാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹ വ്യവസ്ഥയിലാണ് നമ്മളുള്ളത്. പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്നത് യഥാർത്ഥത്തിലുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ പുരുഷന്മാരെയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ജോലിയുടെ, നമ്മുടെ സമൂഹത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ആരോടും ഒരു പരിഭവവും പറയാതെ, ആരോടും പരസ്പരം പങ്കുവയ്ക്കാതെ ചുമലിൽ ഏറ്റുകൊണ്ട് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ പുരുഷന്മാരായ നമ്മളെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇന്ന് സംസാരിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ മാനസിക ആരോഗ്യം നേരിടേണ്ടത് നമുക്കാണ്. പഴയ കാലത്തൊക്കെ പറയും പുരുഷൻ ശക്തനായിരിക്കണം, പക്ഷെ ഇന്നത്തെ കാലം പറയുന്നത് പുരുഷൻ ശക്തനായിരിക്കണം, സ്നേഹമുള്ളവനായിരിക്കണം. പണ്ട് പറയും പുരുഷൻ നേതാവായിരിക്കണം, ഇന്ന് പറയും പുരുഷൻ നേതാവായിരിക്കണം, ഒപ്പം തന്നെ കേൾക്കാനും തയ്യാറാവണം. പുരുഷൻ വിജയിയായിരിക്കണം, എന്നാൽ വിനയമുള്ളവനായിരിക്കണം. ഇത് എളുപ്പമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ പുരുഷന്മാർ ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നേരിടേണ്ടിയിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരോടും പറയാതെ, പരസ്പരം ഷെയർ ചെയ്യാതെ ഉള്ളിലൊതുക്കുന്ന ചില വിഷമങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോടും ആവശ്യപ്പെടുന്നത് നമുക്ക് പരസ്പരം പങ്കുവെക്കുന്നവരെ പോകാം. ചില കാര്യത്തിലെങ്കിലും നമുക്ക് സ്ത്രീകളെ പോലെ ആകാം. നമുക്ക് പരസ്പരം വർത്തമാനം പറയാം, നമുക്ക് പരസ്പരം നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാം, നമ്മൾ സഹപ്രവർത്തകരോട് സംസാരിക്കാം. ചെറുപ്പത്തിൽ ഞാനും വളർന്നു വരുന്നത് അങ്ങനെയാണ്. കരയരുത്, ദുർബലനാകരുത്, നീ എപ്പോഴും ശക്തനായിരിക്കണം, നീ ധീരനായിരിക്കണം, നീ എല്ലാം സഹിക്കണം. എവ്രിതിങ് നമ്മൾ ഒരു വളരെ ഉത്തരവാദിത്വപരമായി നേരിടേണ്ട ഒരു ചിന്തയിലാണ് നമ്മളൊക്കെ വളർന്നു വരുന്നത്. സത്യം അതാണോ? എൻ്റെ ചേട്ടന്മാരെ, നമുക്ക് കരയാൻ വന്നാൽ നമ്മൾ കരയണം. നമ്മുടെ മരിച്ചുപോയ സുഹൃത്തുക്കളുടെ വീട്ടിലും സഹോദരങ്ങളുടെ വീട്ടിലും ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ കരയാൻ പോലും നമുക്ക് വിമിഷ്ടപ്പെടുന്ന എന്തിനാണ്? നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. കരയേണ്ട സമയത്ത് കരയണം, ചിരിക്കേണ്ട സമയത്ത് പൊട്ടിച്ചിരിക്കണം. സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന സമയങ്ങളിലെല്ലാം സുഹൃത്തിനെ ചേർത്ത് പിടിക്കണം, അവൻ്റെ പ്രശ്നങ്ങൾ കേൾക്കണം. കാരണം കേൾക്കുവാൻ ആൾക്കാരില്ലാത്തതാണ് ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ചാരാൻ ഒരു തോള്, അത് ESS പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ചുമലുള്ളത്, ഒന്ന് ചാരാനുള്ളത്. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, സമൂഹത്തിൽ മനുഷ്യൻ അവൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായി ചെയ്താൽ, അവൻ കുടുംബത്തിൽ, അവൻ്റെ ജോലി സ്ഥലത്ത്, അവൻ്റെ സമൂഹത്തിൽ, അവൻ്റെ രാജ്യത്തിൽ, അവനായിരിക്കുന്ന മേഖലകളിലെല്ലാം പുരുഷൻ അവൻ്റെ ഉത്തരവാദിത്വം ചെയ്താൽ ഏതു മതങ്ങളുടെയും അടിസ്ഥാനമായിട്ട് നമുക്ക് പറയാം, പുരുഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. മതങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മുടെ എല്ലാ മതങ്ങളും മൂല്യങ്ങളും എല്ലാം പറയുന്നത് അവൻ്റെ ഉത്തരവാദിത്വം അവൻ ഏറ്റവും ഭംഗിയായി നിർവഹിക്കപ്പെടണം. നമുക്ക് ഒരു പടി കൂടി ചിന്തിച്ചു പറയാം, മറ്റ് സംസ്കാരങ്ങളെയും മറ്റു മതങ്ങളെയൊക്കെ ഉൾക്കൊള്ളുവാനുള്ള ഒരു തുറവി നമുക്കുണ്ടാവണം. നമ്മൾ അടച്ചിട്ട കൂടിൽ നിന്ന് വളരേണ്ടവരല്ല. ഇന്ന് ഇതറിയാം, ഒരേ വേദിയിൽ വിഭിന്ന രാഷ്ട്രീയക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട മുത്തുവും നമ്മുടെ മനുവും വിനോദവും ഒക്കെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ഇവരുടെയൊക്കെ അനുയായികൾ തമ്മിൽ തല്ലുമ്പോഴും ഇവരൊക്കെ തമ്മിൽ ഒരു സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കാൻ സാധിക്കുന്നത് നമുക്കും സാധിക്കണം. നമുക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോടും മറ്റുള്ള മതങ്ങളോടുമൊക്കെ ഒരു തുറവി ഉണ്ടാവുന്ന ഒരു മനസ്സുണ്ടാവണം. അങ്ങനെയാണ് നമുക്ക് ഒരു ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ പറ്റുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം വിചാരിക്കുന്ന ഒരു ചിന്തയിലാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഞാൻ നോക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് ഞാൻ പറയാം, ഞാൻ സ്ഥാനാർത്ഥിയെ മാത്രമേ നോക്കുകയുള്ളൂ. ആ സ്ഥാനാർത്ഥി ഏത് രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്താലും ആ സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിൽ, ഈ ദേശത്തിൽ, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൽ ആ വ്യക്തി ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസും, ആ വ്യക്തിയാണ് എൻ്റെ MLA എന്ന് പറയുമ്പോഴും, ആ വ്യക്തിയാണ് എൻ്റെ കൗൺസിലർ എന്ന് പറയുമ്പോഴും, എൻ്റെ MP എന്ന് പറയുമ്പോഴും എനിക്ക് തലകുനിക്കാതെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമാണ് വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ ഘടനയിലല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്നും കൂടെ ഈ തരുണത്തിൽ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും പരസ്പര ഉത്തരവാദിത്വവും സ്നേഹമുള്ള സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാം. ഇന്നും ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ ആയിരിക്കുന്ന സംഘടനകളിലൊക്കെ ഒരുപാട് സംഘടനകളുടെ ഭാഗമാണ്. എല്ലാ സംഘടനകൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ സമൂഹത്തിൻ്റെ ഒരു നല്ല വശത്ത് നിന്നുകൊണ്ട് പെരുമാറുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു കാഴ്ചപ്പാട് അത് നമുക്കുമുണ്ടാകട്ടെ. ജീവിതത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി മാതാപിതാക്കന്മാരെ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ ചാച്ചൻ എൻ്റെ വലിയച്ചാച്ചനോട് പെരുമാറിയിരുന്ന രീതികൾ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എടപ്പള്ളി സ്കൂളിലെ അധ്യാപകനായിരുന്നു എൻ്റെ ചാച്ചൻ. പക്ഷേ തൈക്കാട്ടുശ്ശേരി, ചേർത്തലയ്ക്കടുത്ത് തൈക്കാട്ടുശ്ശേരിയിലുള്ള കുടുംബ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഞങ്ങളെയും കൊണ്ട് പോകും. അന്നത്തെ ആ സ്കൂട്ടറിൽ ഞങ്ങൾ ഒന്നിച്ച് തൈക്കാട്ടുശ്ശേരിയിലേക്ക് പോകും. ഞായറാഴ്ച കാറ്റഗിസത്തിന് ഞങ്ങൾ തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ പോയിരുന്നു. ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം എടപ്പള്ളി വീട്ടിലേക്ക് തിരിച്ചു വരും. കാരണം അപ്പൻ്റെ ഒപ്പം ആയിരിക്കാൻ സാധിക്കുന്നത് എൻ്റെ അപ്പൻ കാണിച്ച ഒരു വലിയ ഉത്തരവാദിത്വമായിരുന്നു. ഇന്നും അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നു. കാരണം ആ വ്യക്തി കടന്നുപോയ കാലഘട്ടത്തിൽ ഒരിക്കലും ആ വ്യക്തിയുടെ മഹാത്മ്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് 50-നോടടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ അപ്പനെ എനിക്കൊരു ഹീറോ ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും മക്കളും അങ്ങനെ തന്നെയായിരിക്കും. ഇന്ന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും എന്ത് തന്നെയാണെങ്കിലും അവരവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടത്തിലേക്ക്, അവർ മധ്യവയസ്സിലേക്കൊക്കെ കടന്നു വരുമ്പോൾ അവർ സ്നേഹത്തോടു കൂടി പറയും, എൻ്റെ പിതാവ് ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഘടകങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമുക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം പ്രത്യേകമായി ഒരു സന്ദേശം നിങ്ങൾക്ക് തരുവാനായിട്ട് സിജനച്ചൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ, ചെറിയ കാര്യമാണ്. എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു നല്ല മകനാകാനാണ്, ഒരു നല്ല സഹോദരനാകാനാണ്, ഒരു നല്ല സുഹൃത്താനാവാൻ, ഒരു നല്ല ഭർത്താവാകാൻ, ഒരു നല്ല അച്ഛനാവാൻ. ഇത്രയും ആയാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഘടനയിൽ വരുന്ന മാറ്റം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. ഒപ്പം തന്നെ ഒരുപാട് സന്തോഷം, പുരുഷന്മാരെല്ലാവരും ഉള്ളൊരു സമയത്ത് ഒരു സ്ത്രീ ഒരു ക്യാമറയുമായിട്ട് നിൽക്കുന്നത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു. കാരണം നമ്മുടെ ഒരു പുരുഷൻ പലപ്പോഴും ഈ സമത്വത്തിനു വേണ്ടി സ്ത്രീകൾ മുറവിളി കൂട്ടുമ്പോഴും സ്ത്രീകൾ എന്നോട് പരിഭവമെന്ന് വിചാരിക്കരുത്, ഞങ്ങൾ പുരുഷന്മാരാണ് സമത്വത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അത് ഏറ്റവും കൂടുതൽ നടപ്പാവണമെന്നും ആഗ്രഹിക്കുന്നത്. ഒരു കയ്യടി പ്രതീക്ഷിച്ച് എല്ലാവരും ഉറങ്ങുമായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ പറയും, നിങ്ങൾ സ്ത്രീകൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോരാടുകയൊന്നും വേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നിങ്ങളെക്കാൾ മുന്നേ തിരിച്ചറിയുന്നവരാണ് നിങ്ങളുടെ കൂടെയുള്ള പുരുഷന്മാർ. അതുകൊണ്ട് വലിയ വലിയ സ്നേഹത്തോടു കൂടി ഞങ്ങൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ പറയാം, നമുക്ക് ഒരു പുരുഷനെന്ന നിലയിൽ സമൂഹത്തിൽ ഒരാളോട് ഒരു കൈനീട്ടി ഒരു വായ്പ ചോദിക്കാനുള്ള ധൈര്യമില്ലായ്മ. എന്തിന്? സഹായം ചോദിക്കേണ്ടി വന്നാൽ സഹായം ചോദിക്കണം. വീട്ടിലൊരു ആവശ്യം വന്നാൽ അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു സഹായം എടുക്കണമെങ്കിൽ എടുക്കണം. നമ്മൾ പലപ്പോഴും നമ്മളൊന്ന് താന്ന് എത്രത്തോളം അനുതാപമുളവാകുന്ന ഹൃദയത്തോടു കൂടി ദൈവത്തെ സമീപിക്കാനാണ് എല്ലാ മതങ്ങളും പറയുന്നത്. നമുക്കും വേണ്ടത് ആർദ്രമായൊരു ഹൃദയമാണ്. പരസ്പരം നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളെ കാണുവാനും തിരിച്ചറിയുവാനും ഒക്കെയുള്ള ഒരു വലിയ മനോഭാവം. നമ്മളൊന്നും ഒറ്റയ്ക്ക് നേരിടേണ്ട ESS പോലുള്ള സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ സജീവമായി മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ഈ സമൂഹത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടക്കും. ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വേർതിരിവ് നമ്മുടെ സമൂഹത്തിൽ ഇല്ല. അതിന്
ദീപമായി പ്രവർത്തിക്കുന്ന വരാപ്പുഴ രൂപതയെയും പിതാക്കന്മാരെയും മോൺസിഞ്ഞർ അച്ഛനെയും വരാപ്പുഴ അതിരൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ശക്തമായി അനുഗ്രഹിക്കട്ടെ. സിജനച്ചൻ പറഞ്ഞതൊരു 10-20 മിനിറ്റ് സംസാരിക്കാൻ, പക്ഷേ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെയൊക്കെ സ്റ്റേജിലിരുത്തി സംസാരിപ്പിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും ഇവർ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇവരെ പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടതും നമ്മുടെ ചുമതലയാണ്. സോറി സിജനച്ച, ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പുരുഷ ദിനത്തിൽ നമ്മളേറെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ദിനം ഞങ്ങൾ സ്ത്രീകൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്.